ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 93, ഡേ 92. എവിക്റ്റ് ആയി പോയ ആളുകളൊക്കെ അകത്തോട്ട് വന്ന ദിവസമായിരുന്നു. അപ്പാനി, സരിക, ഷാരിക, ബിൻസി, ശൈത്യ, രഞ്ജിത്ത് ഇവർ ഇത്രയും പേരാണ് നിലവിൽ ഹൗസിനകത്തോട്ട് വന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട വ്യക്തി നമ്മുടെ കട്ടപ്പ ശൈത്യ. ഇവള് ഇപ്പോഴാണ് ശരിക്കും കട്ടപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. കട്ടപ്പ അപ്പന്റെ അപ്പന്റെ അപ്പൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കട്ടപ്പയ്ക്ക് ഒരു അപ്പ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ കട്ടപ്പ ശൈത്യ. കുറച്ച് നാൾക്ക് ഇപ്പോൾ കുറച്ച് കട്ടപ്പ പരിപാടികളൊക്കെ ചെയ്തു, പേര് വീണ്ടും കട്ടപ്പായി. പക്ഷെ അതൊന്നും വലിയൊരു കട്ടപ്പത്തരമായിട്ട് കണക്കാക്കിയിട്ട് പണ്ട് രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവള് ചെയ്ത കുറെ പരിപാടികൾ ഇതാണ് കട്ടപ്പ. അമ്മാതിരി വഞ്ചനകളാണ് ഇപ്പൊ റിയൽ ശൈത്യ കാണിച്ചത്. അനീഷിനെ വരുമ്പോളെ കളിയാക്കിക്കൊണ്ട് പാട്ട് പാടും. എന്നെ പാട്ട് പാടും. അനീഷിന്റെ ഒരു നോട്ടമുണ്ട്, വളരെ ദയനീയമായിട്ടുള്ള ഒരു നോട്ടമേ ഇങ്ങോട്ടൊന്നും മതിയായിട്ടാണ്. അനീഷ് പറയുന്നത്. ഓക്കെ, അനുമോള് ചോദിക്കുകയാണ് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്. അപ്പൊ അനീഷ് പറയുകയാണ് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. മനസ്സിലായോ? ഇപ്പൊ മൊത്തത്തിലൊരു തോന്നലിന്റെ കളികളാണ് ഇവിടെ നടക്കുന്നത്. എന്റെ അനുമോള് മറന്നോ ഇങ്ങനെയൊക്കെ കാണിച്ചു, ഇങ്ങനെയൊക്കെ എന്തൊക്കെ കുന്താണ് കിടക്കുന്നത് കാണിച്ചു മറന്നു പോയ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തേരാപ്പാര ഡമ്മി നടക്കുന്നതിന്റെ കൂട്ടം നടന്നു വരുന്ന അനീഷിനെ കൊണ്ട് തുള്ളിക്കളിപ്പിച്ചതും പൊട്ടിച്ചിരിപ്പിച്ചതും അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ ഒരു വ്യക്തിയോട് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ? പക്ഷെ അനീഷ് ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ടുണ്ട്, അനുമോൾ ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ എനിക്കിവിടെ മനസ്സിലാവാത്തത് ഈ മനുഷ്യൻ വളരെ ജെന്യുവനായിട്ടാണ് കാര്യം
സത്യം പറഞ്ഞാൽ അനീഷ് ഈ കാര്യം പറയുന്നത് വെള്ളിയാഴ്ച നെക്സ്റ്റ് ഡേ ലാലേട്ടൻ. അതിന് മുമ്പത്തെ ദിവസം പറഞ്ഞിരുന്നെങ്കിൽ അതവിടെ ചർച്ചാ വിഷയമായിട്ട് ബാക്കിയുള്ള ആളുകൾക്കൂടെ അത് വലിയ രീതിയിൽ ചർച്ചയായിട്ട് അതിനൊരു തീർപ്പ് അവിടെ തന്നെ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു അനീഷിന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഈ ഒരു സാധനം ചർച്ചയാവണം. ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞ് ഇതിന് തീർപ്പുണ്ടാകും. അതിന് എസ് ആണെങ്കിലും നോ ആണെങ്കിലും അതിന് തീർപ്പുണ്ടാകും എന്നൊരു ധാരണ അനീഷ് വെച്ചിട്ടാണ് കൃത്യമായിട്ട് ആ ഒരു വെള്ളിയാഴ്ച തന്നെ ലാലേട്ടന്റെ എപ്പിസോഡ് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞത്. അനീഷ് ഒരു ഗെയിമറാണ്. അങ്ങേര് ഈ കാണിക്കുന്നതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അനുമോളോടുള്ള അഗാധമായ പ്രണയത്തിന്റെ പുറത്ത് അങ്ങേര് തുറന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ 8 ദിവസം കൂടെ മാത്രമേ തീരെ ബാക്കിയുള്ളൂ. അപ്പൊ പിന്നെ പുറത്തിറങ്ങിയിട്ട് ഇത് ആരും അറിയാതെ പറഞ്ഞാൽ തീരാത്ത കാര്യമല്ലോ. ഇതിന്റെ അകത്തൊരു ചർച്ചാ വിഷയമാക്കണം, ലാലേട്ടൻ എപ്പിസോഡിൽ ചർച്ചയാക്കണം, ഇതൊരു മോഡലാക്കണം എന്നൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ടായിരിക്കത്തില്ല ഇങ്ങനെ എനിക്ക് പറഞ്ഞത്. ഇപ്പൊ ആ ഒരു ലവ് എന്ന് പറയുന്ന സാധനം വളരെ ജനുവനായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അനീഷിനെ പോലെ ഇത്രയും ക്ഷമയുള്ള ഒരു മനുഷ്യൻ എന്താണെങ്കിലും പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അനീഷിന്റെ കളിച്ച ഒരു കളി എനിക്ക് തോന്നിയത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പൊ കോണ്ടന്റില്ല. എല്ലാവരും കണ്ടിട്ട് ഒഴിഞ്ഞ് സൗമ്യമായിട്ട് ജീവിക്കുന്ന ഒരു സമയം. അപ്പൊ ഇപ്പൊ ഒരു കോണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടന്റ് മാത്രമേ പുറത്തോട്ട് പോകുള്ളൂ. അത് ആൾക്കാർ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാവും. അനുമോൾ ഈ നോ പറഞ്ഞാലും എസ് പറഞ്ഞാലും അത് അനീഷിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന അനീഷിനെ തോന്നിയിട്ടുണ്ടാവും. നോ പറയുകയാണെങ്കിൽ അനീഷിനെ തിരിച്ചു വാങ്ങാനുള്ള പറ്റും. അനുമോൾ അവിടെ നെഗറ്റീവ് ആകുകയും ചെയ്യും. അനുമോളുടെ മുഖത്ത് കുറയുന്നത് അനീഷിലോട്ട് വരും. അനുമോളെ കടത്തി വെട്ടി അനീഷ് ഒരു ക്യൂരിയിട്ട് അനീഷിന്റെ ഇങ്ങനെ ഒരു പ്ലാൻ എന്താ വർക്കൗട്ടാകാൻ പറ്റത്തില്ലേ? അപ്പൊ ഇതൊക്കെ വെച്ച് കാണിക്കണം അനീഷ് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അനീഷിന്റെ വോട്ടവർ എന്താണെങ്കിലും ആ ഒരു ചാപ്റ്റർ ഇവിടെ രണ്ടുപേരുടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അനുമോൾക്ക് ഒരു സമാധാനമായിട്ടുണ്ട്. പക്ഷെ അനുമോളുടെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. ഈ ഒരു സാധനം പുറത്ത് നെഗറ്റീവായിട്ടായിരിക്കും പോയിട്ടുള്ളതെന്നൊരു പേടി അനുമോളുടെ ഉള്ളിലുണ്ട്. അത് പല ആൾക്കാരും അകത്തോട്ട് വന്നപ്പോൾ അനുമോൾ അതിന്റെ ഒരു കൺസേൺ പറയുകയുണ്ടായി. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഈ കാര്യങ്ങൾ വന്ന് നമ്മുടെ നെവിനും ആദിലേയും കൂടെ ഒളിച്ചൊക്കെ നോക്കുന്നുണ്ട്. അത് ഭയങ്കര കോമഡിയാണ്. ഓക്കെ, ഞാനിവിടെ എന്തായാലും പറയാൻ നിൽക്കുന്നില്ല. ഈ ഒരു കാര്യത്തിൽ അനുമോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവുന്ന ഈ ഒരൊറ്റ ഡയലോഗ് വെച്ചിട്ടാണ്. എല്ലാ അവളുമാരും ഒരുത്തരെ സ്നേഹം നടിപ്പിച്ചിട്ട് അവൻ വന്ന് ഇഷ്ടമെന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്ന ആദ്യത്തെ ഡയലോഗ് ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. രണ്ടാമത്തെ ഡയലോഗ് ഒരു ബ്രദർ എന്ന രീതിയിലാണ് കണ്ടിരിക്കുന്നത്. ഈ ഒരു ഡയലോഗ് ചാവാറായി സ്വയംഭൂമായ സാധനം കേൾക്കുന്ന കാലത്ത് കേൾക്കുന്ന ഒരു ഡയലോഗാണ് ഒറ്റ ഡയലോഗ്. മറ്റു ഡയലോഗ് അടിക്കാമായിരുന്നു. എന്നേക്കാളും നല്ലൊരു വ്യക്തിയെ കിട്ടും. ആ പുതിയ ഡയലോഗ് അതിന്റെ പുറപ്പെടുണ്ടായിരുന്നു. അനുമോൾക്ക് അവിടെ റിജക്ട് ചെയ്യാതിരിക്കാം. അതൊക്കെ അനുമോളുടെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ ഈ ഒരു ഡയലോഗ് ബ്രദറായിട്ട് കണ്ടു എന്ന് പറയുന്നത്, ബ്രദറായിട്ട് കണ്ടു എന്ന് പറയുന്ന ആളുകളെ വെച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ബ്രദറായിട്ട് കാണുന്നുണ്ടാവും ഈ ഒരു പ്രണയം നടിക്കുന്ന രീതിയിൽ കളിയാക്കാനാണെങ്കിൽ പോലും അഭിനയിക്കുന്നത്. ഇത് അനുമോളും അത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. വേണമെങ്കിൽ ഫ്രണ്ട് ആയാലും ചേട്ടൻ അങ്ങനെയൊക്കെ കാണാൻ പറ്റിയിട്ടില്ല. ചേട്ടൻ എന്നെ കണ്ടിട്ടുള്ള വളരെ ജെന്യൂനായിട്ട് പരിപാടി പറയാൻ ഇതിനുമാതിരി പുലസ്ത്രീ കളയാൻ നിന്നിട്ട് ഒരു വന്ന് നാറിയ പോലെ ആയി പോയി. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ അനീഷും അനുമോളും നാറിട്ടുണ്ട്. അത് വേറെ കാര്യം. അക്ബർ പുറത്തിരുന്ന് പറയാണ് ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്നു ഇവർ രണ്ടുകൂടെ ഒന്നിക്കാൻ. അനീഷേട്ടൻ പഠിക്കണം. ഇത്രയും നാൾ ഇവിടെ കിടന്ന് കാട്ടിക്കുന്ന കാട്ടായകൾ കണ്ടിട്ട് അങ്ങേര് അനുമോളെ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്നാണ് അക്ബർ പറയുന്നത്. ഓക്കെ, ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ പോലും ഇതൊരു മറയാണ്. ഇത് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ പോലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുള്ളൂ. എല്ലാ കാര്യങ്ങളും മറന്നു ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അക്ബറിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ടെൻഷനുണ്ട് അനുമോളോടുള്ളത്. അതാണ് ഇങ്ങനെ തള്ളി 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 പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അനീഷിന് അന്ന് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പൊ വളരെ ഫ്രീയാണെന്നാണ് അനീഷ് പറയുന്നത്. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയൊരു സ്നേഹമാണ് കാഴ്ച. കാര്യം അനീഷ് നേർന്ന് നോക്കിയതാണ്. ഞാനൊരു അനുമോള് കിട്ടിയില്ലെങ്കിൽ ഒരു കിട്ടിയില്ലാണ് ഒരു കോണ്ടന്റ് ആ ഒരു രീതിയിൽ നേർന്ന് നോക്കിയതാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആ സമയത്തുള്ള വിഷമം മാത്രമേ ഉണ്ടായിരുന്നു. കോണ്ടന്റ് സക്സസ്ഫുൾ എന്നാണ് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്ക് അനീഷ് തിരിച്ചു. ഇനി അത് പിടിച്ച് ആരുടെ ആവശ്യമില്ല.
പറയുന്നത് അനീഷിന് വേണ്ടായി. അനീഷ് ഇവിടെ കിടന്ന് വേളം വെച്ചോണ്ടിരിക്കുകയാണല്ലോ, എനിക്ക് ബിഗ് ബോസ് വിട്ട് പോകണ്ടായി, എനിക്ക് ബിഗ് ബോസ് വിട്ട് പോകണ്ടായി എന്ന് പറഞ്ഞ് താഴേക്ക് 40 വട്ടം കിടന്ന് ഉടായ്പ് സെന്റിമെന്റ് ഇറക്കാൻ ശ്രമിക്കുന്ന വെച്ചാണ് അനീഷ്. ഉടായ്പ സെന്റിമെന്റിൽ രാത്രി ഷാനവാസ് സംബന്ധിച്ച് ഇത് കഴിഞ്ഞാണ് നമ്മുടെ കട്ടപ്പ ശൈത്യ കട്ടപ്പാത്രം തുടങ്ങുന്നത്. ആദ്യം എടുത്ത് പറയുകയാണ് സ്റ്റിക്ക് ഓൺ വാട്ട് യു ഡിഡ്, എന്താണോ ചെയ്തത് അതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകൂലമായിട്ട് ഉണക്കിയിട്ട് കിട്ടാതില്ലല്ലോ, അതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കാനാണ് പറഞ്ഞത്. അത് പറയാനുണ്ടാകില്ല ശൈത്യാന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞാൽ ആ ഒരു കാര്യം ശരിയാണ്. അനുമോള് നേരിട്ട് വന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. ആരുടെ പുറകെ കൂടെ പോയി കുത്തുന്ന പരിപാടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഷാനവാസിന്റെ അടുത്ത് എന്തെങ്കിലും അനുമോൾക്ക് പറയണ്ട, അനുമോളെ മുഖത്ത് നോക്കി പറയാം. ആദിലെ അടുത്താണെങ്കിലും ആ രീതി തന്നെ പറയും. പക്ഷെ ആദിലയും ഈ നൂറയും ഒക്കെ ആണെങ്കിൽ ഈ ശൈത്യ അടക്കമുള്ള ടീംസ് മാറി ഇരുന്നിട്ടുള്ള കുശുകുശുക്കുന്ന പരിപാടിയാണ്. ഷാനവാസ് അങ്ങനെ ചെയ്തു, ഷാനവാസ് ഇങ്ങനെ ചെയ്തു, എന്നിട്ട് ഷാനവാസിന്റെ മുന്നിൽ വെച്ചിട്ട് പറയും നിങ്ങളെ വിശ്വസിക്കാനൊക്കെ കൊള്ളാവുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് നല്ല മനസ്സാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഷാനവാസിന്റെ മുന്നിൽ പോയിട്ട് പറയും. എന്നിട്ട് മാറി ഇരുന്നിട്ട് അവരെ ഷാനവാസിനെ അങ്ങ് ദുഷിപ്പിക്കല. ഇത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഇടയിലേക്ക് PR-ന്റെ ചർച്ച വരുന്നത്. അപ്പൊ ബിൻസി അവിടെ നിന്ന് പറയുന്നുണ്ട് അനുവിന്റെ PR ആണ് PR, എന്ത് നെഗറ്റീവ് സാധനം ഉണ്ടെങ്കിലും PR പുറത്ത് വെളുപ്പിച്ചോളും. അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ടായി പോയ കണ്ടസ്റ്റൻസ് തന്നെയാണ്. അനുമോൾ ഒരു 1/4 ഭാഗം ചെയ്താൽ മതി, ബാക്കി 3/4 ഭാഗം ഇവർ തന്നെ ഇപ്പൊ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്കവാറും ഇവർ അകത്തോട്ട് വന്നത് കാരണം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആകാൻ പോകുന്നതും ഏറ്റവും കൂടുതൽ വോട്ട് കയറാൻ പോകുന്നതും അനുമോൾക്കാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാരും ഇന്ന് ശൈത്യ ഈ ബിൻസിയൊക്കെ കാണിച്ച കാട്ടായങ്ങൾ കണ്ടിട്ട് അനുമോളിന് പോയി വോട്ട് കുത്തിയിട്ടുണ്ട്. സീരിയസ്ലി അനുമോൾ വെറുതെ നിന്നാൽ മതി, അനുമോളുടെ പേരിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് അവര് തന്നെ ഉണ്ടാക്കി വിടുന്നുണ്ട്. ഈ ഒരു സീസൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എവിക്റ്റ് ആയി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒരാള് പോലും അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുകൂലിച്ച് ഒരക്ഷരം പോലും എവിടെയും പറഞ്ഞിട്ടില്ല. എവിടൊക്കെ അനുമോളെ ദുഷിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ എല്ലാം ദുഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇത്രയും കുശുമ്പും കുന്നായ്മയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കുന്ന സ്ത്രീകൾ ഇതുവരെ ഒരു ബിഗ് ബോസ് ഒരു ഷോയിലും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം, ഇത്രയും കുശുമ്പുണ്ടോ എനിക്കറിയാൻ പാടില്ല. ഒരാൾ നന്നാവുന്നോ അല്ലെങ്കിൽ കപ്പടിക്കുന്നത് കാണാനോ ഇവർക്ക് ആഗ്രഹമില്ല. ഈ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശാപം എന്ന് ഇവരുടെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും ഈ കുശുമ്പും ഈ കുന്നായ്മയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് വിഷങ്ങളായിരുന്നു ഈ ടീംസ്. ഇനിയാണ് നമ്മുടെ കട്ടപ്പ ശൈത്യയുടെ കട്ടപ്പ തരം വരുന്നത്. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യാം. കാര്യം ഇതിനെനിക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇവിടെ തോന്നിവാസം പറയേണ്ടതായിട്ടുണ്ട്. സോ അത് ഞാൻ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം.